Regulatory requirements of drug approval. 7th semester B.Pharm Industrial Pharmacy Unit 3 second topic ആയിട്ട് വരുന്ന ടോപ്പിക്കിന്റെ ഹെഡിംഗ് ആണ് ഈ റെഗുലേറ്ററി റിക്വയർമെന്റ് ഓഫ് ഡ്രഗ് അപ്രൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡ്രഗ് ഡെവലപ്മെന്റ് ടീം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ്, ജനറൽ കൺസിഡറേഷൻസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബൗഷർ, ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, ഡാറ്റ പ്രസന്റേഷൻ ഫോർ FDA സബ്മിഷൻ, ഇതെല്ലാം വരുന്ന ഒരു ടോപ്പിക്കാണ്. So this is the learning objective of the session. After the session you will be able to understand, describe and write about the regulatory requirements for drug approval. So ഈ ഒരു സംഗതി ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. ഇതിന്റെ ഉള്ളിലുള്ള പല സാധനങ്ങളും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. എന്താണ് FDA approval, എന്താണ് IND approval എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് റെഗുലേറ്ററി റിക്വയർമെന്റ്, ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം ഡ്രഗ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് some kind of investment of time, research and those finance. മൂന്ന് കാര്യങ്ങളും കൂടുതൽ വേണ്ട ഒരു സാധനമാണ്. ഈ മൂന്ന് സാധനത്തിന് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇൻവെസ്റ്റ്മെന്റ് മാത്രം മതിയോ? It will be scrutinized by some kind of authority. അതാണ് റെഗുലേറ്ററി അതോറിറ്റീസ് എന്ന് പറയുന്നത്. റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്. സോ ആ റെഗുലേറ്ററി അതോറിറ്റീസിന്റെ സ്ക്രൂട്ടിനി ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ there are lots of regulatory requirements. Okay, ഈ ഒരു ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ റെഗുലേറ്ററി അതോറിറ്റീസിന്റെ സ്ക്രൂട്ടിനീസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there are lots of regulatory requirements. So they will evaluate for their safety, efficacy and high quality of intended use. അത് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് റെഗുലേറ്ററി ഏജൻസി അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് there are lots of regulatory authorities in different countries. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. റെഗുലേറ്ററി അഫയേഴ്സ് തമ്മിലുള്ള വ്യത്യാസം, റെഗുലേറ്ററി ഏജൻസി അല്ലെങ്കിൽ അതോറിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള ഗവൺമെന്റൽ ഓർ സെമി ഗവൺമെന്റൽ അതോറിറ്റീസ് ഉണ്ടാവും. They will regulate the drug development process and the process of marketing the drugs. Okay, so these are some examples of regulatory authorities or regulatory bodies. US, United States of America, US FDA. India is CDSCO, Central Drug Standard Control Organization. In European Union, യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി. ഈ മൂന്ന് ബോഡിയുടെ പേര് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഈ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടോപ്പിക്കിൽ കയറി വരും. അതുകൊണ്ടാണ് USFDA, CDSCO, EMA എന്ന് പറയുന്ന സാധനങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും എന്നുള്ളതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് എവിടെയുള്ള റെഗുലേറ്ററി അതോറിറ്റി ആണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. സോ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ കൺട്രിയിലുള്ള മാനുഫാക്ചർ ചെയ്യുന്ന, മാർക്കറ്റ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ എഫിക്കസി, സേഫ്റ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് എൻഷുർ ചെയ്യുക? ബൈ ഇംപ്ലിമെന്റിംഗ് ലോട്സ് ഓഫ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ലൈക്ക് ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്, ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഇതൊക്കെ റെഗുലേറ്ററി അതോറിറ്റീസ് പറഞ്ഞിട്ടുള്ള കുറേയധികം ഗൈഡ് ലൈൻസുകളാണ്. അത് എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ റെഗുലേറ്ററി അതോറിറ്റീസിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ദിസ് regulatory requirement may be different in different countries. എല്ലായിടത്തും ഒരേപോലെയാണ് വിചാരിക്കുന്നത്. അതാത് കൺട്രികളുടെ ജൂറിസ്ഡിക്ഷനിൽ അവർ പറയുന്ന റിക്വയർമെന്റ്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാണ് ഡ്രഗ് അപ്രൂവലിന് വേണ്ടിയിട്ട്. സോ യൂണിഫോം ആയിട്ട് എല്ലാ കൺട്രികൾക്കും ഒരേ രീതിയിലുള്ള ഡ്രഗ് അപ്രൂവൽ പ്രോസസ് ആണെന്ന് വിചാരിക്കുന്നത്. ഈച്ച് കൺട്രി ഹാവ് their own drug approval process. So it will be very difficult for every country to have same regulatory requirement, so that the regulatory requirement, knowledge of regulatory requirement is very, very important. Now we have already discussed the drug development process. Drug development process നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Drug discovery, pre-clinical study, investigation and new drug application, clinical trial, pilot plant scale-up, then new drug application, regulatory authorities review, decision, then manufacturing,
this process, not every step is required. Regulatory requirement. This is research requirement. Regulatory requirement. This is the last step. Research requirements are non-regulatory requirements. Regulatory requirements എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ വരുന്ന റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ ഏതൊക്കെയാണ്? So first regulatory requirement is pre-clinical research work, non-clinical drug development. Second one is investigational new drug application. Third one is clinical trial phase 1, phase 2, phase 3. That is the third requirement, regulatory requirement. Then fourth one is NDA or MA. രണ്ടും ഒരേ സാധനമാണ്. Depending on the jurisdiction, the name will change. In European country it is MAA, Market Authorization Application. In USA, in India, that is NDA, New Drug Application or New Drug Approval. And fifth one is post-market surveillance. So these are the regulatory requirements for the drug approval. Approval is the requirement. Research അതൊക്കെ റിസർച്ചിന്റെ റിക്വയർമെന്റ്സുകളാണ്. ഡ്രഗ് അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കിട്ടിയിട്ടുള്ള മോളിക്യൂൾസിന്റെ പ്രീക്ലിനിക്കൽ സ്റ്റഡി നടക്കണം. അതിന്റെ ഡാറ്റ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇൻവെസ്റ്റിഗേഷൻ ഡ്രഗ് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അതിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഫേസ് 3 ഡാറ്റ വരെ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന്റെ സക്സസ്ഫുൾ ആയിട്ട് സേഫ്റ്റി എഫിക്കസി പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ MA അല്ലെങ്കിൽ NDA ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അതിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ, മാർക്കറ്റ് ചെയ്യാനുള്ളത് റെഗുലേറ്ററി റിക്വയർമെന്റ് അല്ല, അത് മാനുഫാക്ചറുടെ റിക്വയർമെന്റ് ആണ്. മാർക്കറ്റ് ചെയ്യാൻ വേണ്ട അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MA കിട്ടണം അല്ലെങ്കിൽ NDA കിട്ടണം എന്നുള്ളത് റെഗുലേറ്ററി റിക്വയർമെന്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദ മാർക്കറ്റിംഗ് പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് ഇസ് ആൾസോ റെഗുലേറ്ററി റിക്വയർമെന്റ്. കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിലുള്ള സാധനത്തിന്റെ ഫാർമക്കോവിജിലൻസ് അല്ലെങ്കിൽ അതിന്റെ ADR ഫോളോ ചെയ്യുക എന്നുള്ളതും regulatory requirements. So these are the regulatory requirements. These are the steps of drug development process, and also these are the regulatory requirements also. So drug development processലുള്ള എല്ലാ സ്റ്റേജും regulatory requirement അല്ല, എന്നാൽ അതിനകത്തുള്ള കുറേയധികം സാധനങ്ങൾ regulatory requirementsകളാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഡ്രഗ് അപ്രൂവൽ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് പ്രീ ക്ലിനിക്കൽ ഓർ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ്. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് എന്താണ് ക്ലിനിക്കൽ സ്റ്റഡി എന്നുള്ളത്. ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ ബിഫോർ നമ്മൾ കുറേയധികം ട്രാജഡീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഗുലേറ്ററി അഫയറിന്റെ എമർജൻസിന് കാരണമായിട്ടുള്ള കുറേയധികം ട്രാജഡീസ്. അതിലുള്ള പല ട്രാജഡീസിനും കാരണം അതിൽ അനിമൽസിൽ ഇതിന്റെ എക്സ്പെരിമെന്റ്സുകൾ നടത്താതെ നേരിട്ട് ഹ്യൂമൻസിലുള്ള അതിന്റെ ട്രയൽ പോലെയുള്ളതാണ്. അതിനുശേഷം റെഗുലേറ്ററി അതോറിറ്റീസ് കൊണ്ടുവന്ന ആദ്യത്തെ റെഗുലേറ്ററി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലിനിക്കൽ ട്രയൽ ദ ഡ്രഗ് ഷുഡ് ബി ടെസ്റ്റഡ് ഇൻ ദ അനിമൽസ് ഫോർ പ്രീക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരിക്കണം ടു അസസ് ദ ഫാർമക്കോളജിക്കൽ എഫിക്കസി in vitro as well as in vivo, to assess the toxicological effects like acute, subacute, chronic toxicity of the drugs, and pharmacokinetic as well as pharmacodynamic profiling, and genotoxicity, carcinogenicity, reproductive toxicity tests. So these are the requirements of first regulatory requirement of the drug approval, preclinical research or non-clinical drug development patterns. So while performing all kind of this non-clinical drug development process or preclinical studies, it should follow this good laboratory practice. അതിനോട് കംപ്ലൈ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന്റെ ഗൈഡ് ലൈൻസ് ICH എന്ന് പറയുന്നത് എന്താണ്, ICH എന്താണ്, ഗൈഡ് ലൈൻസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടും. ICH ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള GCP ഗൈഡ് ലൈൻസുകൾ, GLP ഗൈഡ് ലൈൻസുകളുണ്ട്, laboratory practice guidelines ഉണ്ട്. അത് ഫോളോ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ക്ലിനിക്കൽ ട്രയൽ നടത്താൻ പാടുള്ളൂ. So that is the first regulatory requirement. Now coming to the second regulatory requirement for drug approval, that is the investigational new drug application. So this is an application to get approval for the clinical trial after completing the preclinical study. Preclinical study successful ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് they have to prove the drug is safe and efficacious in animal, then we can apply for IND, investigational new drug application.
So again, depending on the jurisdiction in the US, it should be applied to the FDA. In India, it should be applied to the CDSCO. In European countries, it should be applied to EMA, European Medical Agencies. So it includes the data of animal pharmacology and toxicological data, manufacturing information, and clinical trial protocol and investigator data. So before starting the clinical trial itself, we have to give in which manner we are going to perform the clinical trial in the human. Our data നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് clinical trial protocol എന്ന് പറയുന്നത്. Animals ഞങ്ങൾ ഇതിൽ ചെയ്തു, അതിന്റെ ഡാറ്റ കൊടുത്തു. മാനുഫാക്ചറിംഗ് ഞങ്ങൾ ഇതിൽ ചെയ്തു, അതിന്റെ ഡാറ്റ കൊടുത്തു. ഇനി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡ്രഗ് സേഫ് ആണ്, ആനിമൽസിന് സേഫ് ആണെന്ന് ഡാറ്റ പ്രൂവ് ചെയ്തു. ഇനി ഈ ഡ്രഗ് ഞങ്ങൾ ഹ്യൂമൻ സബ്ജക്ട്സിൽ ഇത്ര വളർത്തിയതിൽ ഇന്ന മെത്തേഡിൽ ഈ റൂട്ടിൽ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് ഇത്ര ടൈം ഇന്റർവെൽസിൽ നിങ്ങളതിന്റെ സാമ്പിൾ എടുക്കും എന്നുള്ള പ്രൊസീജിയർ എന്താണോ ക്ലിനിക്കൽ ട്രയൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയറോട് കൂടിയിട്ട് വേണം ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ. So once after the review of the respective regulatory authorities like FDA, CDSCO and EMA, they will approve the IND application. Once approved, we can start the clinical. Okay. So what are the data we have to provide? Animal preclinical data we have to provide, manufacturing information we have to provide, and the future clinical trial protocol. ഇത് നടത്താൻ പോകുന്ന clinical trial protocol brochure ഒക്കെ നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. So that is the second regulatory requirement. Now coming to the third regulatory requirement, it is mandatory to perform clinical trial for getting approval for a new drug application. So it will be performed in 3 phases: phase 1, phase 2, phase 3. Detail ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഫേസിൽ phase 1 small numbers of healthy volunteers-ലാണ് ചെയ്യുക in order to assess the safety of the dosage for എത്രത്തോളം ടോക്സിസിറ്റി ഉണ്ടാകുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ, സേഫ് ആണോ ആണ് ആദ്യം നോക്കുന്നത്. അഡ്വേഴ്സ് റിയാക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് phase 1 ചെയ്യുന്നത്. phase 2 it will be performed in further number 200 to 300 or 300 numbers. We will perform in diseased patients. Patients-ലാണ് രണ്ടാമത്തെ ട്രയൽ നടക്കുന്നത്, phase 2 നടക്കുന്നത്, to assess the efficacy as well as side effect. We will compare the efficacy of the drug along with the placebo. Okay, inactive ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഒരു ഡ്രഗുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നോക്കുക ഈ ഒരു എഫിക്കസി ഇവാലുവേറ്റ് ചെയ്യുന്നത്. Now third phase large ആയിട്ടുള്ള പോപ്പുലേഷനിലാണ് up to 10,000 വരെ അല്ലെങ്കിൽ 1000 വരെയുള്ള പോപ്പുലേഷൻ മൾട്ടി സെന്ററുകളായിട്ട് കൺഫേം the efficacy as well as safety. ലാർജ് പോപ്പുലേഷനിൽ സേഫ്റ്റി ഉണ്ട്, അതിന്റെ എഫിക്കസി ഉണ്ട് എന്ന് കൺഫേം ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഒരു ലോങ് ടേമിലുള്ള അതിന്റെ ഏരിയകളൊക്കെ നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കും. ലോങ് പോപ്പുലേഷൻ ഒരു ലാർജ് പോപ്പുലേഷനിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. So what is the clinical requirement or regulatory requirement of the clinical trial? It has to be registered in the respective jurisdiction. ആ ക്ലിനിക്കൽ ട്രയലുകൾ അതാത് കൺട്രീസിലുള്ള രജിസ്റ്റേഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാതെ ആരോടും പറയാതെ നടത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ CDSCO, ICMR പോലെയുള്ള ഓർഗനൈസേഷനിൽ ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നുണ്ട് എന്നുള്ള ക്ലിനിക്കൽ ട്രയൽ .gov അല്ലെങ്കിൽ PRI ഇങ്ങനെയുള്ള സൈറ്റുകളിൽ ഈ പറയുന്ന ക്ലിനിക്കൽ ട്രയലിന്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. സ്റ്റാർട്ടിംഗ് ദ ക്ലിനിക്കൽ ട്രയൽ and they have to give the report of the clinical trial also. So that is the regulatory requirement of clinical trial. So that is the third regulatory requirement, clinical trial. Now coming to the fourth one, that is the new drug application and market authorization. So after successful completion of the clinical trial up to phase 3, with the data which will prove the efficacy and safety of the drug, new drugs, the sponsor has to give an application to the regulatory authorities, respective regulatory authorities. So in order to apply this NDA or LAA, there is a guidelines by ICH. We have to follow some kind of format. That format is known as Common Technical Document. CTD. Detail ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ് CTD എന്ന് പറയുന്നത്, Common Technical Document എന്ന് പറയുന്നത്. So
So again, which have 3 modules. In first module, it will explain about the regional administrative information. In second module, they will inform how to give the summary of module 3, 4, 5, and module 3 include quality like chemistry, manufacturing and controls. Module 4 non-clinical study report, and module 5 clinical study report. So this is the common format for application for NDA as well as MAA as per the ICS guideline. Okay, 3 സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് MAA എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ NDA എന്ന് പറഞ്ഞു, രണ്ടാമത് CTD എന്ന് പറഞ്ഞു, മൂന്നാമത് ICS എന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മളത് ഈ ഒരു സെഷനിൽ ലാസ്റ്റിലോട്ട് നമുക്കത് പറയാം. മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. So what is the difference between NDA as well as MAA? So NDA is new drug application. NDA is new drug application, and also it is known as new drug approval. If it is application which is indicated in the US ൽ പറയുന്ന പേരാണ് new drug application എന്ന് പറയുന്നത്. നമ്മൾ new drug approval എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ പറയുന്ന പേരാണ്. ഫോം 44 ൽ അപ്ലൈ ചെയ്യുന്ന CDSCOലോട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂ ഡ്രഗ് അപ്രൂവൽ എന്നാണ് പറയാം. അത് US-ലെ FDA-ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ ആണെന്ന് പറയാം. ഇത് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റിംഗ് ഓതറൈസേഷൻ ആപ്ലിക്കേഷൻ എന്നാണ്. മൂന്നും ഒരേ സാധനമാണ്. മാർക്കറ്റിലോട്ട് ഒരു ഡ്രഗിനെ മാർക്കറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടാനുള്ള ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ സാധനം. ഓക്കെ, MAA മാർക്കറ്റ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂ ഡ്രഗ് അപ്രൂവൽ. അത് ജൂറിസ്ഡിക്ഷൻ മാറുന്ന സമയത്ത് അതിന്റെ പേര് മാറുന്നത് മാത്രം. സെയിം പർപ്പസ് ആണ്. ക്ലിനിക്കൽ ട്രയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രഗിന്റെ മാർക്കറ്റിംഗിനുള്ള അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രൊസീജിയറിനെയാണ് നമ്മൾ NDA അല്ലെങ്കിൽ MAA എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് വിൽ ഇൻക്ലൂഡ് സയന്റിഫിക് അതിന്റെ സമയത്ത് റിവ്യൂ പ്രോസസ്സിൽ ഈ FDA അല്ലെങ്കിൽ NDA FDA അല്ലെങ്കിൽ CDSCO അല്ലെങ്കിൽ EMA ഈ application കിട്ടിക്കഴിഞ്ഞാൽ they will review for the scientific review. They will inspect the clinical trial site as well as the manufacturing site. They will discuss in advisory committee meeting. They will negotiate അല്ലെങ്കിൽ risk evaluation, data labeling, negotiation ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് റിവ്യൂ ചെയ്യും. Regulatory authorities review ചെയ്യും once they get the application from the sponsor or manufacturer. Now, fifth requirement is post-marketing surveillance. Once they got the NDA approval and MAA approval, they will get they can market their product into the public domain. Okay, അതാണ് jurisdictionൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അവർക്കായി ലാർജ് സ്കെയിൽ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിലോട്ട് അത് എത്തിക്കാം. മാർക്കറ്റിലോട്ട് എത്തിച്ചതിന് ശേഷം അടുത്ത റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളുണ്ട്. ദാറ്റ് ഈസ് ദ ഫാർമക്കോവിജിലൻസ്. is an ongoing monitoring of adverse drug reaction. So through the physician മാത്രമേ അത് പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം പബ്ലിക്കലി ആണ് ഈ പറയുന്ന സാധനം. അത് ഒരു സെന്ററിൽ വെച്ച് നടക്കുന്ന പ്രോസസ് അല്ല. ക്ലിനിക്കൽ ട്രയലിന്റെ ഫേസ് 4 അല്ലെങ്കിൽ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ്. സോ ഒരു ഫിസിഷ്യൻ ഒരു ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫിസിഷ്യനോട് ആ പേഷ്യന്റ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ they have to inform the respective regulatory authorities. ആരാണോ മാനുഫാക്ചറർ, റിസർച്ചർ, അവർക്ക് ഫിസിഷ്യൻ നിർബന്ധമായിട്ടും ഇങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊടുക്കണം. അതുപോലെ പീരിയോഡിക് സേഫ്റ്റി അപ്ഡേറ്റ് റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട്, റിന്യൂവൽ ഓഫ് അപ്രൂവൽ ഓർ അപ്ഡേറ്റ് ഓൺ മാർക്കറ്റ് ഓതറൈസേഷൻ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡീസ്. ഇതിലെല്ലാം റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫിഫ്ത്ത് റെഗുലേറ്ററി റിക്വയർമെന്റ്. ദാറ്റ് ഈസ് ദ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളായിട്ട് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ചിട്ടുള്ളതിലുള്ള ഓരോ സാധനങ്ങളും എടുത്ത് ചോദിക്കാനുള്ളതാണ്. ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ എടുത്ത് ചോദിക്കാനുള്ളതാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ കണ്ടിട്ടുള്ളത്. ഇത് ആസ് സച്ച് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടില്ല. റെഗുലേറ്ററി റിക്വയർമെന്റ് ഫോർ ഡ്രഗ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് IND എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് NDA എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ക്ലിനിക്കൽ ട്രയൽ ചോദിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ സാധനങ്ങളും 5 മാർക്കിനും 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ടേമുകൾ എന്തൊക്കെയാണ്? എന്താണ് മാർക്കറ്റ് ഓതറൈസേഷൻ?
മാർക്കറ്റ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രോസസ് ഓഫ് റിവ്യൂയിങ് ആൻഡ് അസസിങ് ദ എവിഡൻസ് ബൈ ദ റെഗുലേറ്ററി അതോറിറ്റി to support the medicinal products such as drugs in relation to its marketing, finalized by granting the license to its authority. Regulatory authority ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. Regulatory authority MA application ഒരു മാനുഫാക്ചറർ റെഗുലേറ്ററി അതോറിറ്റി കിട്ടുന്ന സമയത്ത് ആ അപ്ലിക്കേഷനെ റിവ്യൂ ചെയ്ത് അതിന് ഗ്രാന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ റെഗുലേറ്ററി അതോറിറ്റിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്കിൽ കിട്ടുന്ന അപ്ലിക്കേഷൻസുകൾ റിവ്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിക്കസി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഗ്രാന്റ് ചെയ്യുക, ലൈസൻസ് ഗ്രാന്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡോസിയർ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അപ്ലിക്കേഷനെ പറയുന്ന പേരാണ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. NDA, MAA എന്ന് പറയുന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോർമാറ്റിനെ പറയുന്ന പേരാണ് എന്ത്? കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിനെ പറയുന്ന പേരാണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, CTD. അത് ഇലക്ട്രോണിക്കൽ ആണെങ്കിൽ ഈ ഇലക്ട്രോണിക് കോമൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ECTD കൂടി പറയാറുണ്ട്. ECTD കൂടി അതിനെ പറയാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് MAA എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിലും അതുപോലെ തന്നെ യൂറോപ്യൻ നാഷണൽ കോമ്പീറ്റന്റ് അതോറിറ്റി യൂറോപ്യൻ എക്കണോമിക് ഏരിയ, യൂറോപ്യൻ യൂണിയനിലും യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലും ഉള്ള കൺട്രീസിൽ ന്യൂ ഡ്രഗിന്റെ അപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടാനുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷനെ പറയുന്ന പേരാണ് MAA എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ആണ്? EMA കൊടുക്കുന്നത്. എന്താണ് EMA? യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിയിൽ കൊടുക്കുന്ന ന്യൂ ഡ്രഗ് അപ്ലിക്കേഷന് ബദലായിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രൊസീജിയറിനെയാണ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീഗൽ റിക്വയർമെന്റ് ആണ്, കൊമേഴ്ഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സുകളാണ്. നേരത്തെ പറഞ്ഞ സെയിം സാധനങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. നമ്മൾ നേരത്തെ എന്തൊക്കെയാണോ ഡാറ്റാസ് വേണമെന്ന് പറഞ്ഞത് അത് ഡാറ്റാസുകളൊക്കെ റിസർച്ചിന്റെ ഡാറ്റ വേണം, മെഡിക്കൽ ട്രയലിന്റെ ഡാറ്റ വേണം, മാനുഫാക്ചറിങ് എഫേർട്ടിന്റെ ഡാറ്റ വേണം, സയന്റിഫിക് എവിഡൻസുകൾ വേണം. അത് ICHന്റെ CTD ഗൈഡ് ലൈൻ CTD ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ വേറെ പേരുകളാണ് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ ഇൻ US, ന്യൂ ഡ്രഗ് അപ്രൂവൽ ഇൻ ഇന്ത്യ എന്ന് പറയും. MAAയുടെ വേറെ പേരുകളാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് MAA? എന്തിനാണ് MAA അപ്ലൈ ചെയ്യുന്നത്? ടു എസ്റ്റാബ്ലിഷ് ദ ഡ്രഗ് ഈസ് സേഫ്, എഫിക്കസ് ആൻഡ് കൺസിസ്റ്റന്റ് ക്വാളിറ്റി. അതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഓതറൈസേഷൻ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. You can replace this with the NDA also. NDAയുടെ ഒബ്ജക്റ്റീവ് ജുഡിഷ്യൽ മാറുന്നത് മാത്രമേ ഉള്ളൂ. Instead of the second point, to ensure that compliance with the European Union specific and international regulatory standard. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? NDA ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ പകരമായിട്ട് USFDAയുടെ എഴുതാം. ഓക്കെ, സെയിം തന്നെയാണ്. പക്ഷെ MAA സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് അത് യൂറോപ്യൻ യൂണിയന്റെ ആണ്. EMA യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിക്ക് അപ്ലൈ കൊടുക്കുന്നതാണ്. ടു ഒബ്റ്റെയിൻ ലീഗൽ ഓതറൈസേഷൻ ടു മാനുഫാക്ചർ, ടു ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് ടു സെൽ ദ മെഡിസിനൽ പ്രൊഡക്റ്റ് ഇൻ ദ യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് MAAയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന മാർക്കറ്റ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ. Now there are 4 types of MAA. മാർക്കറ്റ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, then mutual recognition procedure and national procedure. സെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയന്റെ EMA, യൂറോപ്യൻ മെഡിക്കൽ ഏജൻസീസ് എന്ന് പറയുന്ന റെഗുലേറ്ററി അതോറിറ്റി സിംഗിൾ അപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സിംഗിൾ മാർക്കറ്റ് ഓതറൈസേഷൻ അപ്ലിക്കേഷൻ വഴി യൂറോപ്യൻ യൂണിയന്റെ കംപ്ലീറ്റ് മെമ്പർ സ്റ്റേറ്റിലും ഓസ്ട്രേലിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, റിപ്പബ്ലിക് ഓഫ് സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക് ഇങ്ങനെ തുടങ്ങിയിട്ട്
കംപ്ലീറ്റ് ആയിട്ടുള്ള യൂറോപ്യൻ മെമ്പേഴ്സിനും അതുപോലെ തന്നെ യൂറോപ്യൻ എക്കണോമിക് ഏരിയ കൺട്രീസിനും ഐസ്ലാൻഡ്, നോർവേ, ഐസ്ലാൻഡ് ഈ പറയുന്ന കൺട്രീസിലോട്ട് ഒറ്റ സിംഗിൾ ആപ്ലിക്കേഷൻസിൽ മാർക്കറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടുന്നതാണ് സെൻട്രലൈസ്ഡ് MAA കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഫോർ ബയോളജിക്കൽസ്, orphan drugs and advanced therapy, and the application will be evaluated by the Committee of Medicinal Products for Human Use of European Medical Agencies. So that is the centralized procedure. Second one is decentralized procedure. ഇങ്ങനത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMA അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഏതൊക്കെ കൺട്രീസിലോട്ടാണോ, എല്ലാ കൺട്രീസിലോട്ടും വേണ്ട, യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് ടൈപ്പിന്റെ എല്ലാ കൺട്രീസിലോട്ടും വേണ്ട, അവരുദ്ദേശിക്കുന്ന കൺട്രീസിലോട്ട് മാത്രമുള്ള മാർക്കറ്റിംഗ് ഓർഗനൈസേഷനാണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രൊസീജിയറാണ് ഡീസെൻട്രലൈസ്ഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഈസ് മ്യൂച്വൽ റെക്കഗ്നേഷൻ. ഏതെങ്കിലും ഒരു കൺട്രി, യൂറോപ്യൻ കൺട്രീസിലുള്ള ഏതെങ്കിലും ഒരു കൺട്രിയിൽ MAA കിട്ടിയിട്ടുണ്ട്. EMA അപ്ലൈ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു മെമ്പർ സ്റ്റേറ്റിൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഡ്രഗിന് അടുത്തൊരു മെമ്പർ സ്റ്റേറ്റിലോട്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രൊസീജിയറാണ് മ്യൂച്വൽ റെക്കഗ്നേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്, MRP എന്ന് പറയുന്നത്. ഇപ്പോൾ മ്യൂച്വൽ റെക്കഗ്നേഷൻ ഇനീഷ്യൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഓൾറെഡി ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റിൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരു ഡ്രഗിന് അതുപോലെ അടുത്ത ഒരു മെമ്പർ സ്റ്റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് മ്യൂച്വൽ റെക്കഗ്നേഷൻ. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കിട്ടാത്ത സാധനത്തിന് ഒരുമിച്ച് 2 or 3 യൂറോപ്യൻ കൺട്രീസിൽ ഒരുമിച്ച് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നാഷണൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇൻഡിവിജ്വൽ കൺട്രീസ് ഓരോരോ യൂറോപ്യൻ കൺട്രിയിലും യൂണിയൻ കൺട്രീസിലും അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുകളാണ് നാഷണൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ്. അപ്പോൾ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസുകളാണ് ഡിസൈൻ ബൈ ICH. ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇന്റർനാഷണലി അഗ്രീഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. നിങ്ങൾ പറഞ്ഞു ഓരോ കൺട്രീസിലും ഓരോ റെഗുലേറ്ററി അതോറിറ്റീസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി MNC പോലെയുള്ള സാധനങ്ങളൊക്കെ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ കൺട്രീസിന്റെയും അതുപോലെ ഫോളോ ചെയ്യാൻ. ഇന്റർനാഷണലി ഇന്റർനാഷണൽ ICH എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു മീറ്റിംഗ് ആണത്, അല്ലെങ്കിൽ ഒരു കൗൺസിലാണ്. ആ കൗൺസിലുള്ള തീരുമാനം പ്രകാരം കോമൺ ആയിട്ട് ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സാധനത്തിന് പറയുന്ന പേരാണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയും. സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ഫോർ ആൻ ആപ്ലിക്കേഷൻ ഡോസിയർ, the technical document accompanying the NDA, FAA or generic drug application for registration of medicine and designated to use in Europe, Japan and United States. It is an internationally agreed format for preparing application regarding new drugs intended to submit the regional regulatory authority in the participating country. Participating country എന്ന് പറഞ്ഞാൽ ICH ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൺട്രീസിലൊക്കെ കോമൺ ആയിട്ട് അഗ്രി ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്. Which was developed by European medical agencies along with the US FDA and Ministry of Health and Labour Welfare of Japan. ഈ 3 റെഗുലേറ്ററി അതോറിറ്റീസും ഒരുമിച്ച് കോമൺ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ICH വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റീസ് അറ്റ് പാരീസ് 1989 ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോമൺ പ്രൊസീജിയർ അല്ലെങ്കിൽ കോമൺ ഡോക്യുമെന്റേഷൻ ആണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. Which is maintained by International Council for Harmonization of the Technical Requirement for Registration of Pharmaceuticals for Human Use, and which is now adapted by several other countries like Canada, Switzerland, even India also adapted this CTD, Common Technical Documents. So ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. So module 1 administrative and product information like cover letter, application form, product information, labeling, then certificate and legal documentations. Module 2 common technical document summary. 3, 4, 5 മൊഡ്യൂളിലുള്ള കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റിന്റെ സമ്മറിയാണ് നമ്മൾ മൊഡ്യൂൾ 2 കൊടുക്കുന്നത്. 3 ക്വാളിറ്റി ഡാറ്റ, ഡ്രഗ് സബ്സ്റ്റൻസ് എന്താണ്, ഡ്രഗ് പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ എന്താണ്, മാനുഫാക്ചറിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു, സ്റ്റെബിലിറ്റി ഡാറ്റ, GMP കംപ്ലയൻസ്, ഗുഡ് മാനുഫാക്ചറിംഗ് കംപ്ലയൻസുകൾ എങ്ങനെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 4 വരുന്ന സമയത്ത് നോൺ ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ട്സ് ലൈക്ക് ഫാർമക്കോളജി, ടോക്സിക്കോളജിക്കൽ സ്റ്റഡി,
animal study, reproductive and carcinogenicity study. Then module 5 വരുന്ന സമയത്ത് clinical study reports, clinical trial-ന്റെ data, bioavailability, bioequivalence study, risk benefits analysis, ഇതിന്റെ എല്ലാം ഡാറ്റയാണ് ഈ ഒരു കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റിലുള്ള മിനിമം വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. മിനിമം വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് മീൻ ബൈ ICH? ഈ CTD ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കോമൺ ആയിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കൗൺസിലാണ്, കൗൺസിൽ ഓഫ് ഓർഗനൈസേഷൻ ഫോർ ടെക്നിക്കൽ റിക്വയർമെന്റ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ യൂസ് ആൻഡ് ഡിസീസ് initiative that will bring together the regulatory authority and pharma industry to discuss the scientific and technical aspects of the pharmaceutical product development. So, common ആയിട്ട് drug development processing, legislation, process easy ആക്കാൻ വേണ്ടിയിട്ട് regulatory authorities-ലും pharma industry-ലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൗൺസിലാണ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഈ ICH എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് to promote the public health by achieving greater harmonization through the development of technical guidelines and requirement for the pharmaceutical product legislation. So by the harmonization, which will lead to the more rational use of human and animal and other resources and eliminate the unnecessary delay in the global development and availability of new medicine while maintaining the safeguard on the quality, safety, efficacy and regulatory obligations to protect the public health. So, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ടൈം ഡിലേ കുറക്കാൻ വേണ്ടിയിട്ട്, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട്, സേഫ് ഗാർഡ്, എഫിക്കസി, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റെഗുലേറ്ററി ഒബ്ലിഗേഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് പബ്ലിക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൗൺസിലാണ് ICH എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂ ഡ്രഗ് അപ്രൂവൽ ആണ്. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് USFDA കൊടുക്കുന്നതാണ്. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് USFDA കൊടുക്കുന്നതാണ്. അപ്രൂവൽ എന്ന് പറയുന്നത് CDSCOയിലോട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ ഇൻ USA ആൻഡ് ന്യൂ ഡ്രഗ് അപ്രൂവൽ ഇൻ ഇന്ത്യ. അപ്പോൾ കൊടുക്കുന്നത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനിലോട്ടാണ്, മറ്റേത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിലോട്ടാണ്. രണ്ടും CTD ആണ് ഫോളോ ചെയ്യുന്നത്. അപ്രൂവൽ ലോഞ്ച്, അതിൻ്റെ ഫർദർ ഈ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലുള്ള ഔട്ട്കം എന്ന് പറയുന്നത് NDA ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടും, USFDA ആണെങ്കിൽ US മാർക്കറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടും. CTD സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഡാറ്റ കൊടുക്കേണ്ടത് പ്രീ ക്ലിനിക്കൽ, ക്ലിനിക്കൽ ആൻഡ് കെമിസ്ട്രി, മാനുഫാക്ചറിങ്, കൺട്രോൾ ഡാറ്റാസുകളാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസുകൾ പറഞ്ഞു. IND ആപ്ലിക്കേഷൻ പറഞ്ഞു, NDA അപ്രൂവൽ പറഞ്ഞു, AND അപ്രൂവൽ. പാറ്റന്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണെങ്കിൽ അതിന്റെ പാറ്റന്റ് പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ മെഡിസിനായിട്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ആപ്ലിക്കേഷൻസുകളാണ് അക്യുമുലേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ബയോളജിക്കൽ ലൈസൻസ് application for biological products. So once the approval is or application is forwarded, മൂന്ന് രീതിയിലുള്ള ആക്ഷൻസുകളാണ് റെഗുലേറ്ററി അതോറിറ്റീസ് നടത്തുന്നത്. റെഗുലേറ്ററി അതോറിറ്റി മൂന്നിൽ ഏതെങ്കിലും ഒരു റിപ്ലൈ ആണ് നമുക്ക് തരിക. ഒന്നില്ലെങ്കിൽ നോട്ട് അപ്രൂവൽ എന്ന് പറയും. ഒരു കാരണവശാലും അപ്രൂവ് ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കേഷനാണ്. ആൻഡ് along with that letter they will give the deficiency data. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡെഫിഷ്യൻസി, ആ ഡെഫിഷ്യൻസിയൊക്കെ ഓവർകം ചെയ്തിട്ട് ഈ ഫ്രഷ് ആയിട്ട് പുതിയ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ അവർക്ക് അടുത്ത പ്രാവശ്യം ആ ആപ്ലിക്കേഷൻ കിട്ടുള്ളൂ. രണ്ടാമത്തത് അപ്രൂവബിൾ എന്ന് പറയും. കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ട്, അത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ന രീതിയിലായിരിക്കും മാനുഫാക്ചറർക്ക് കൊടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഓൾറെഡി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റൊക്കെ സഫീഷ്യൻ്റ് ആണ്, ഡയറക്ട്ലി ഗെറ്റ് അപ്രൂവ് ടു മാർക്കറ്റ് ദ പ്രൊഡക്റ്റ്. ആ രീതിയിൽ റിപ്ലൈ തരാം. അതാണ് പോസിബിൾ ആയിട്ടുള്ള ആക്ഷൻ റിവ്യൂ ഓഫ് NDA. ഇനി കീ ഡിഫറൻസ് ഫൈനലി സമ്മറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. MAA NDA എന്ന് പറയുന്നത് അപ്ലിക്കേഷന്റെ പേരാണ്. എന്താണോ പ്രോസസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അപ്ലിക്കേഷന്റെ പേരാണ്, അപ്രൂവൽ അപ്ലിക്കേഷനാണ് NDA അല്ലെങ്കിൽ MAA എന്ന് പറയുന്നത്. ആ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോർമാറ്റിന് പറയുന്ന പേരാണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ആ അപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള കൗൺസിലിന്റെ പേരാണ് ICH എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമണൈസേഷൻ എന്ന് പറയുന്നത്. കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്ന ബോഡീനെ പറയുന്ന പേരാണ് ICH എന്ന് പറയുന്നത്.
അപ്പോൾ ഈ പറയുന്ന എല്ലാ കൺട്രീസിലോട്ടാണെങ്കിലും ICH-ന്റെ CGD ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. റെഗുലേറ്ററി അതോറിറ്റി ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കാം. ഏതാണ് ജൂറിസ്ഡിക്ഷൻ അതിനനുസരിച്ച്. യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ യൂറോപ്യൻ ഏജൻസി ആയിരിക്കും, ഇന്ത്യയിലാണെങ്കിൽ CDSCO ആയിരിക്കും, US-ലാണെങ്കിൽ USFDA ആയിരിക്കും. അത് നിർബന്ധമായിട്ടും CGD ഫോർമാറ്റിൽ ICH ഗൈഡ് ലൈൻസുകൾ ഫോളോ ചെയ്യുന്ന ICH എന്ന് പറയുന്ന CGD എന്ന് പറയുന്നത് ടൂളാണ്. ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. MA എന്ന് പറയുന്നത് അപ്ലിക്കേഷനാണ്. അത് ഗ്രാൻഡ് ചെയ്യുന്നത് റെഗുലേറ്ററി അതോറിറ്റിയാണ്. ആ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ക്ലാരിറ്റി വേണം. റെഗുലേറ്ററി അതോറിറ്റി എന്താണെന്നുള്ള ക്ലാരിറ്റി കാണണം. റെഗുലേറ്ററി അഫെയർ എന്താണെന്നുള്ള ക്ലാരിറ്റി കാണണം. ICH എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ക്ലാരിറ്റി കാണണം. CGD എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ക്ലാരിറ്റി കാണണം. അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ക്ലാരിറ്റി കാണണം. ഓക്കെ, അപ്ലിക്കേഷൻസുകൾ CGD എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ CGD ഉണ്ടാക്കിയിട്ടുള്ള ICH-ന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലേറ്ററി അതോറിറ്റിക്ക് ICH ഉണ്ടാക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം CGD ഫോളോ ചെയ്തിട്ട് കൊടുക്കുന്ന അപ്ലിക്കേഷൻസുകളാണ് NDA അല്ലെങ്കിൽ ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ റെഫറൻസസ് ഫോർ ദി സെഷൻ. So that's all about the regulatory requirement for the drug approval.